പാർപ്പിടം, കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിയുള്ള സംയോജിത പദ്ധതി നവംബർ 1 മുതൽ ആരംഭിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. പദ്ധതി നടപ്പിലാക്കാനായി മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന കർമ്മസമിതി രൂപീകരിക്കും. പ്രതിപക്ഷ നേതാവും സമിതിയിൽ അംഗമായിരിക്കും. സമഗ്ര കേരള വികസനത്തിനു വേണ്ടി 5 വർഷം കൊണ്ട് ജനപങ്കാളിത്തത്തോടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി, ജനസൗഹാർദ്ദ സർക്കാർ ആശുപത്രികൾ, സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതി, ശുചിത്വം, മാലിന്യ സംസ്കരണം, കൃഷി വികസനം, ജലവിഭവ സംരക്ഷണം എന്നീ 3 മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഹരിത കേരളം പദ്ധതി എന്നിവയ്ക്കാണ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത്. സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ഉദ്ദേശിക്കുന്നത് എല്ലാ കുടുംബങ്ങൾക്കും, അതായത് വീടില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും 5 വർഷം കൊണ്ട് വീട് നൽകുക എന്നതാണ്. എന്നാൽ വീട് നൽകുന്നതോടൊപ്പം തന്നെ തൊഴിൽ ചെയ്ത് ഉപജീവനം കഴിക്കാനുള്ള സംവിധാനവും ഇത്തരം കുടുംബങ്ങളിലുള്ളവർക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതോടൊപ്പം വിവിധ തരത്തിലുള്ള സേവന ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം ലഭ്യമാകുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടുകൾ കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ സാധിക്കുകയില്ല. പദ്ധതി നടത്തിപ്പിന്റെ പ്രാരംഭ റിപ്പോർട്ട് നവംബർ 1 മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കാൻ ബന്ധപ്പെട്ട പദ്ധതികളുടെ മിഷൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. KSRTCയുടെ പുനഃസംഘടന വിശദമായി പഠനം നടത്താനായി കൊൽക്കത്ത IIM പ്രൊഫസർ സുശീൽ ഖന്നയെ ചുമതലപ്പെടുത്തും. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനിതക മാറ്റം വരുത്തിയ കടുക് വിത്തുകൾ തടയണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കുറ്റ്യാടി അപകടത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മദ്യനയത്തിൽ സർക്കാർ ആലോചന നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സൗമ്യ വധക്കേസിൽ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ചരക്ക് ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് റെയിൽവേ ഗതാഗതം താളം തെറ്റി. കൊല്ലത്തിനും കായംകുളത്തിനും ഇടയ്ക്ക് ഒരു പാതയിലൂടെ മാത്രമാണ് ഗതാഗതം. പല ഹ്രസ്വദൂര ദീർഘദൂര ട്രെയിനുകളും പൂർണ്ണമായോ ഭാഗികമായോ റദ്ദാക്കിയിട്ടുണ്ട്. പല വണ്ടികളും മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി കരുനാഗപ്പള്ളിയിൽ ചരക്കു ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് സംസ്ഥാനത്തെ റെയിൽ ഗതാഗതം താറുമാറായി തുടരുകയാണ്. കൊല്ലത്തിനും കായംകുളത്തിനുമിടയ്ക്ക് ഒരു പാതയിലൂടെ മാത്രമായി ട്രെയിൻ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. തുടർന്ന് പല ട്രെയിനുകളും റദ്ദാക്കി. ഇന്നു വൈകിട്ട് 5:30 തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം ഗുരുവായൂർ എക്സ്പ്രസ്, തിരുവനന്തപുരം എഗ്മോർ എക്സ്പ്രസ്, 5:45 പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം എറണാകുളം എക്സ്പ്രസ് എന്നിവയും നാളെ പുലർച്ചെ 3:15 ഗുരുവായൂർ തിരുവനന്തപുരം എക്സ്പ്രസ്, പുലർച്ചെ 5 മണിക്കുള്ള എറണാകുളം തിരുവനന്തപുരം എക്സ്പ്രസ് എന്നിവയും റദ്ദാക്കി. മാംഗ്ലൂർ നാഗർകോവിൽ ഏറനാട് എക്സ്പ്രസും നാഗർകോവിൽ മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസും നാളെ പുലർച്ചെ 4:20 നാഗർകോവിൽ മാംഗ്ലൂർ പരശുരാം എക്സ്പ്രസും എറണാകുളത്തിനും നാഗർകോവിലിനുമിടയ്ക്ക് യാത്ര അവസാനിപ്പിക്കും. നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ്, തിരുവനന്തപുരം നിസാമുദ്ദീൻ എക്സ്പ്രസ് എന്നീ പ്രതിവാര ട്രെയിനുകൾ തിരുനെൽവേലി വഴി തിരിച്ചുവിട്ടു. ഇന്ന് വൈകിട്ട് 5:30 കന്യാകുമാരി ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് രാത്രി 11 യാത്ര മാറ്റി. ഇന്നലെ അർദ്ധരാത്രി മുതലുള്ള മറ്റു ട്രെയിനുകൾ പലതും ഭാഗികമായി റദ്ദാക്കുകയോ വഴി തിരിച്ചുവിടുകയോ ചെയ്തിരുന്നു. പുറമെ കൊല്ലം വഴിയുള്ള പാസഞ്ചർ മെമു സർവീസുകളും ഭാഗികമായോ പൂർണ്ണമായോ റദ്ദാക്കുകയും പുനഃക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പല ട്രെയിനുകളും മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത്. നാളെ വൈകിട്ടോടെ കരുനാഗപ്പള്ളിയിൽ റെയിൽവേ പാളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. അതിനുശേഷം മാത്രമേ സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം സാധാരണഗതിയിലാകൂ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദില്ലിയിൽ പട്ടാപ്പകൽ യുവതിയെ കുത്തിക്കൊന്നു. 21 തവണ കുത്തേറ്റ യുവതി തൽക്ഷണം മരിച്ചു. സ്വകാര്യ സ്കൂൾ അധ്യാപികയാണ് ദാരുണ അന്ത്യമുണ്ടായത്. അക്രമിയെ നാട്ടുകാർ പിടികൂടി. 1 വർഷമായി യുവതിയുടെ പിന്നാലെ പ്രേമ അഭ്യർത്ഥനയുമായി നടക്കുന്നയാളാണ് അക്രമിയെന്ന് ദില്ലി പോലീസ് അറിയിച്ചു. വടക്കൻ ദില്ലിയിലെ ബുരാരിയിലാണ് രാജ്യത്തെ നടുക്കിയ സംഭവം. സ്വകാര്യ സ്കൂൾ അധ്യാപികയായ 22 വയസ്സുകാരി കരുണയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ പിന്നാലെ 1 വർഷമായി പ്രണയാഭ്യർത്ഥനയുമായി നടന്നു ശല്യം ചെയ്യുന്ന സുരേന്ദർ സിംഗ് എന്നയാളാണ് കൊല നടത്തിയത്. സ്കൂളിലേക്ക് പോവുകയായിരുന്നു യുവതി. ഇവരുടെ സമീപം ബൈക്കിലെത്തിയ അക്രമി കയ്യിലിരുന്ന ആയുധം ഉപയോഗിച്ച് മാരകമായി കുത്തി. 21 തവണയോളം കുത്തിയിട്ടുണ്ട്. നിരവധി പേർ സമീപത്തുണ്ടായിരുന്നെങ്കിലും ആക്രമണം ഭയന്ന് ആരും അടുത്തില്ല. സമീപത്തെ CCTVയിൽ ദൃശ്യങ്ങളെല്ലാം പതിഞ്ഞിട്ടുണ്ട്.
രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമിയെ നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. സുരേന്ദർ സിംഗിനെതിരെ യുവതി 6 മാസം മുമ്പ് പോലീസിന് പരാതി നൽകിയിരുന്നതായി യുവതിയുടെ ബന്ധുക്കൾ അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച ഇരുവരും ഒത്തുതീർപ്പിലെത്തിയതിനാൽ തുടർ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് ദില്ലി പോലീസിന്റെ ഭാഷ്യം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉറി സൈനിക കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ NIA അന്വേഷണം ആരംഭിച്ചു. അതേസമയം അതിർത്തിക്ക് അപ്പുറമുള്ളവരാണ് ഭീകരാക്രമണത്തിന് പിന്നിൽ എന്ന് ഇന്ത്യ UN മനുഷ്യാവകാശ കൗൺസിലിൽ നിലപാടറിയിച്ചു. എന്നാൽ ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പാക് പ്രധാനമന്ത്രി തയ്യാറായില്ല. ഇതിനിടെ ഉറി മേഖലയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 8 ഭീകരരെ സൈന്യം വെടിവെച്ചു കൊന്നു. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം, കൊലപാതകം, സ്ഫോടന വസ്തു ഉപയോഗം എന്നീ വകുപ്പുകൾക്ക് പുറമെ രാജ്യദ്രോഹത്തിനുള്ള UAPA കൂടി ചുമത്തിയാണ് ദേശീയ അന്വേഷണ ഏജൻസി FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ 10 അംഗ NIA സംഘം ശ്രീനഗറിലെത്തി തെളിവ് ശേഖരണം ആരംഭിച്ചു. ഉറിയിലെ സൈനിക കേന്ദ്രത്തിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഹന്ദ്വാരയിലെ സൈനിക പോസ്റ്റിന് നേരെയും ആക്രമണം ഉണ്ടായതോടെ അടിയന്തര ഉന്നതതല യോഗം ദില്ലിയിൽ ചേർന്നു. എത്രയും വേഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം NIAയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാനെതിരെ ഇന്ത്യ UN-ൽ നിലപാട് കടുപ്പിച്ചു. പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുകയാണെന്ന് വ്യക്തമാക്കിയ ഇന്ത്യ അതിർത്തിക്ക് അപ്പുറമുള്ളവരാണ് ഭീകരാക്രമണത്തിന് പിന്നിലെന്നും ചൂണ്ടിക്കാട്ടി. പാക് നിലപാടിലെ അതൃപ്തി ഇന്ത്യ UN ജനറൽ അസംബ്ലിയിലും 26-ന് ഉന്നയിക്കും. ഐക്യരാഷ്ട്രസഭയ്ക്ക് പുറമെ വിവിധ രാജ്യങ്ങളിലും ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാക് നിലപാട് ബോധ്യപ്പെടുത്താൻ വിവിധ പ്രതിനിധികളെയും ഇന്ത്യ അയക്കും. UN-ൽ ഇന്ത്യ ഈ നിലപാട് അറിയിച്ചതിന് പിന്നാലെ അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ വെടിയുതിർത്തു. ഇന്ത്യൻ സൈന്യവും തിരിച്ചടിച്ചു. അതേസമയം ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പാക് പ്രധാനമന്ത്രി തയ്യാറായില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് നവാസ് ഷെരീഫ് ഒഴിഞ്ഞുമാറി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും ഇന്ത്യൻ മാധ്യമപ്രവർത്തകരെ പുറത്താക്കി. UN ജനറൽ അസംബ്ലിയുടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരെയാണ് പുറത്താക്കിയത്. UN ജനറൽ അസംബ്ലിയുടെ ഭാഗമായി പാക് വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു ചരിത്രത്തിലുണ്ടായിട്ടില്ലാത്ത നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. വാർത്താ സമ്മേളനത്തിനെത്തിയ പാക് വിദേശകാര്യ സെക്രട്ടറി ഐസാസ് അഹമ്മദ് ചൗധരി വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യൻ മാധ്യമങ്ങളെ ഹാളിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യപ്പെട്ടു. NDTVയുടെ റിപ്പോർട്ടർ നമ്രത ബ്രാറിനെ ചൂണ്ടിക്കാട്ടി ഈ ഇന്ത്യനെ പുറത്താക്കൂ എന്ന് പാക് വിദേശകാര്യ സെക്രട്ടറി സംഘാടകരോട് ആവശ്യപ്പെട്ടു. പിന്നീട് നമ്രത ബ്രാറിനൊപ്പം എല്ലാ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരെയും ഹാളിൽ നിന്ന് പുറത്താക്കി. അതിർത്തിക്കപ്പുറമുള്ളവരാണ് ഭീകരാക്രമണം നടത്തിയതെന്ന് ഇന്ത്യ UN മനുഷ്യാവകാശ കൗൺസിലിൽ വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു പാക് വിദേശകാര്യ സെക്രട്ടറിയുടെ അതിശയിപ്പിക്കുന്ന നിലപാട്. ഉറി സൈനിക കേന്ദ്രത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പ്രതികരിക്കാനും പാക് നേതാക്കൾ തയ്യാറായിട്ടില്ല. ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രതികരണമാരായാൻ ഇന്ത്യൻ മാധ്യമങ്ങൾ എത്തിയപ്പോൾ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും ഒഴിഞ്ഞുമാറുകയാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയായിരുന്നു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർക്ക് നേരെ പാക് വിദേശ പ്രതിനിധിയുടെ ലജ്ജിപ്പിക്കുന്ന പ്രതികരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. മൾട്ട പനി ബാധിച്ച കന്നുകാലികളെ മണ്ണുത്തിയിലേക്ക് മാറ്റുന്നതിന് കേന്ദ്ര മൃഗക്ഷേമ ബോർഡ് അനുമതി നിഷേധിച്ചു. 5 ദിവസം മുൻപ് നൽകിയ അനുമതിയാണ് പുതിയ ഉത്തരവിലൂടെ റദ്ദാക്കിയത്. ഇതോടെ രോഗം ബാധിച്ച കന്നുകാലികളെ കൊല്ലുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. ഈ മാസം 15-ാം തീയതിയാണ് ദേശീയ മൃഗക്ഷേമ ബോർഡ് തിരുവിഴാംകുന്ന് കന്നുകാലി ഫാമിലെ മാൾട്ടാപ്പനി ബാധിച്ച പശുക്കളെ മണ്ണുത്തിയിലേക്ക് മാറ്റാൻ അനുമതി നൽകിയത്. ഇതിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ ഉത്തരവ്. രോഗം ബാധിച്ച പശുക്കളെ കണ്ടെയ്നറുകളിൽ സുരക്ഷിതമായി കടത്താനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിങ്കളാഴ്ച പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് മെമ്പർ MN ജയചന്ദ്രൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് 15-ാം തീയതി നൽകിയ അനുമതി റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം. ഇതോടെ രോഗം ബാധിച്ച 84 കന്നുകാലികളെ കൊല്ലുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുകയാണ്. കന്നുകാലികളെ മണ്ണുത്തിയിലെ വെൻഡറിംഗ് പ്ലാന്റിലെത്തിച്ച് കൊല്ലാനായിരുന്നു വെറ്ററിനറി സർവകലാശാലയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റെ തീരുമാനം. തിരുവിഴാംകുന്ന് ഫാമിൽ കാലികളെ കൊല്ലുന്നതിന് സംവിധാനമില്ലാത്തതും സ്ഥലപരിമിതിയും ചൂണ്ടിക്കാട്ടിയാണ് വെറ്ററിനറി സർവകലാശാല കേന്ദ്ര മൃഗക്ഷേമ ബോർഡിന്റെ അനുമതി തേടിയത്. പുതിയ സാഹചര്യത്തിൽ പ്രശ്നം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് തിരുവിഴാംകുന്ന് ഫാം അധികൃതരുടെ തീരുമാനം. രോഗം പടരാതിരിക്കാൻ രോഗബാധിത കന്നുകാലികളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണിപ്പോൾ. പ്രശ്നത്തിൽ തുടരുന്ന അവ്യക്തത ഫാമിലെ തൊഴിലാളികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. AK ലതീഷ്, പാലക്കാട്.
ആറന്മുള വള്ളംകളി കഴിഞ്ഞതോടെ പമ്പാനദി വറ്റി വരണ്ടു. ജലനിരപ്പ് താഴ്ന്നതിനാൽ തിരുവോണത്തോണി ഉൾപ്പെടെ 20 പള്ളിയോടങ്ങളും മണലിൽ താഴ്ന്നുപോയി. പമ്പ ആക്ഷൻ പ്ലാൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കടലാസിൽ മാത്രമായി ഇതുവരെ ഒതുങ്ങിയതാണ് പമ്പയുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം. കരകവിഞ്ഞൊഴുകിയ ഒരു കാലമുണ്ടായിരുന്നു പമ്പാ നദിക്കെന്ന് ഇപ്പോൾ പറയാം. ആ പഴയ പ്രതാപമൊക്കെ നശിച്ച് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ചരിത്ര നദി. പമ്പാ നദിയിൽ എല്ലാ വർഷവും നടക്കുന്ന ഉത്രട്ടാതി വള്ളംകളി പോലും ഇത്തവണ നടന്നത് മണിയാർ ഡാം തുറന്നുവിട്ട് ജലനിരപ്പ് ഉയർത്തിയതിനു ശേഷം മാത്രമാണ്. വള്ളംകളി കഴിഞ്ഞതോടെ ജലനിരപ്പ് താഴുകയും ചെയ്തു. വള്ളംകളി കഴിഞ്ഞ് നദിയുടെ കരയിൽ ബന്ധിച്ചിരുന്ന 20 പള്ളിയോടങ്ങളും നദിയിലെ മണലിൽ താണുപോയി. പമ്പാ നദിയുടെ സംരക്ഷണത്തിനായി ആവിഷ്കരിച്ച പദ്ധതികളെല്ലാം പ്രഖ്യാപനങ്ങൾ മാത്രമായി. പമ്പ ആക്ഷൻ പ്ലാൻ കടലാസിലും ഒതുങ്ങി. പമ്പ ആക്ഷൻ പ്ലാനോ കുട്ടനാട് പാക്കേജും ഒക്കെ നടപ്പിലാക്കുന്ന കാര്യത്തിൽ കൃത്യമായ ആ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അത് മാറി വന്ന, അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, മാറി വന്ന ഗവൺമെൻറ് പരാജയപ്പെടുകയാണ്. പമ്പയ്ക്കുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളും കുട്ടനാടിനെയും ബാധിക്കും, സാരമായി ബാധിക്കും. അപ്പോൾ അങ്ങനെ കുട്ടനാട്ടിലെ കാർഷിക പ്രതിസന്ധി എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ ജലവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കേന്ദ്ര സർക്കാർ ഗംഗാ നവീകരണത്തിന്റെ ചുവട് പിടിച്ച പമ്പയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ പഠനവും എങ്ങും എത്തിയിട്ടില്ല. പമ്പാ നദിയിലെ മാലിന്യവും പമ്പയുടെ ഇന്നത്തെ ഈ ദുരവസ്ഥയ്ക്ക് ഒരു പ്രധാന കാരണം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വയനാട് അമ്പലവയലിലെ ആറാട്ടുപാറയെ സംരക്ഷിക്കാനായതിന്റെ സന്തോഷത്തിൽ പരിസ്ഥിതി സ്നേഹികളുടെ ആഹ്ലാദയാത്ര. പാരിസ്ഥിതിക പ്രാധാന്യം ഏറെയുള്ള ആറാട്ടുപാറയുടെ 100 മീറ്റർ ചുറ്റളവിൽ ഖനന പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ നിരോധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ ഇവിടേക്ക് ആഹ്ലാദയാത്ര നടത്തിയത്. ചുറ്റുമുള്ള മലനിരയെല്ലാം കോറി മാഫിയ കൈയടക്കി. ആറാട്ടുപാറയും ഇവർ തുരക്കാൻ തുടങ്ങിയതോടെയാണ് പരിസ്ഥിതി സ്നേഹികൾ ഒത്തുചേർന്നത്. നാട്ടുകാരും സമീപത്തെ വിദ്യാർത്ഥികളും പരിസ്ഥിതി പ്രവർത്തകരും ആറാട്ടുപാറയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് രംഗത്തിറങ്ങി. അധികാരികളെ സമീപിച്ചു. സംരക്ഷണ യാത്രകളും മനുഷ്യശൃംഖലയും സംഘടിപ്പിച്ചു. ഒടുവിൽ കഴിഞ്ഞ മാസം ആദ്യം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ അന്നത്തെ ജില്ലാ കളക്ടർ കേശവേന്ദ്രകുമാർ ആറാട്ടുപാറയുടെ 100 മീറ്റർ ചുറ്റളവിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. ഈ ആഹ്ലാദമാണ് ഇവർ സംഘടിപ്പിച്ച വിത്തെറിഞ്ഞും പാട്ടുപാടിയുമുള്ള യാത്ര. നാം ജീവിക്കുന്ന ഭൂമി നമുക്കും ഇനി വരാനിരിക്കുന്ന തലമുറകൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ഇന്ന് ജീവിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരിക്കലും ഇനി വരാനിരിക്കുന്ന ആളുകൾക്ക് അവയൊന്നും നഷ്ടപ്പെട്ടുകൂടാ. ഞങ്ങൾ വിദ്യാർത്ഥികൾ ഇതിലൂടെ വരും തലമുറകൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശവും അതുതന്നെയാണ്. പ്രകൃതി സുന്ദരവും ചരിത്ര പ്രാധാന്യവുമുള്ള എടയ്ക്കൽ മലനിര പോലും സ്ഥിതി ചെയ്യുന്ന പ്രദേശം കോറി മാഫിയയുടെ പിടിയിലാണ്. ഇവിടം ഒരു പ്രകൃതി സമ്പത്തിനെയെങ്കിലും സംരക്ഷിക്കാനായതിന്റെ ആഹ്ലാദത്തിലാണിവർ. മീനങ്ങാടി GHSലെ NSS യൂണിറ്റും കുമ്പിളേരി റോക്ക് ഗാർഡൻ ടൂറിസം ക്ലബ്ബ് അംഗങ്ങളുമാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, വയനാട്.